ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു പൈത്തൺ ബേസിക്സ് ട്യൂട്ടോറിയൽ. ഇത് നമ്മുടെ 8ാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതായിരുന്നു നമ്മൾ പ്രോഗ്രാം ഫ്ലോനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. അവിടെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ഡിസിഷൻ അനുസരിച്ച് നമ്മുടെ ഫ്ലോ മാറുന്നു. അതിന്റെ ഒരു എലാബറേറ്റഡ് ആയ ഒരു ക്ലാസ് ആണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഓക്കെ, നമുക്ക് പൈത്തൺ എടുക്കാം. ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. അതാണ് ഈഫ്, എൽസ്, എലീഫ് എന്നൊക്കെ പറഞ്ഞ കീവേഡ്സ്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ പൈത്തണിൽ ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്, ഈഫ് എലീഫ് ഉപയോഗിച്ച്, ഈഫ് എൽസ് ഉപയോഗിച്ച്, പിന്നെ നമ്മൾ നെസ്റ്റഡ് ഈഫുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് വേറെ ഈഫ് സ്റ്റേറ്റ്മെന്റും എൽ സ്റ്റേറ്റ്മെന്റും ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈഫ് കീവേഡ് ആണ്. ഓക്കെ, നമുക്ക് സ്ക്രിപ്റ്റ് മോഡിൽ ചെല്ലാം. ന്യൂ ഫയൽ. ഓക്കെ, നമ്മൾ സ്ക്രിപ്റ്റ് മോഡിൽ ചെന്നു. നമ്മളിവിടെ ഈഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് പരിപാടി തുടങ്ങാൻ പോകണം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു എഫ് ഈക്വൽ ടു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ പഠിച്ചായിരുന്നു. ഇന്റ് ഇൻപുട്ട് നമുക്ക് എന്താ എൻട്രി എന്ന് നമുക്ക് യൂസറിനോട് ചോദിക്കാം. enter an integer. ഓക്കെ, നമ്മൾ ഇന്റിജർ എൻ്റർ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസറിനോട് ചോദിച്ചു. നമ്മൾ എഫ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു ഇന്റിജർ സ്റ്റോർ ചെയ്തു. നമ്മൾ വേറൊരു ജി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് അടുത്ത ഒരു ഇന്റിജർ കൂടെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇതിനു വേണ്ടി നമ്മളിവിടെ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇന്റിജർ 2 എന്നും കൂടി ഒന്ന് ഇട്ടേക്കാം. 2 ആവട്ടെ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈഫ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഉപയോഗിക്കാൻ പോവാ. നമ്മൾ ഈഫ് എന്ന് എഴുതാൻ പോകും. ഈഫ് എഫ് ഗ്രേറ്റർ ദാൻ, നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചല്ല, ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചു. നമ്മൾ റിലേഷണൽ ഓപ്പറേറ്റേഴ്സിനെ ഉപയോഗിച്ചാണ് നമ്മൾ മെയിൻലി ഈഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാറുള്ളത്. ഈഫ് എഫ് ഗ്രേറ്റർ ദാൻ ജി. ഈഫ് എഫ് ഗ്രേറ്റർ ദാൻ ജി പറയുന്നത് പോലെ തന്നെ ഇത് എഴുതിയതിനു ശേഷം നമ്മൾ ഒരു ഫുൾ കോളൻ ഇടണം. ഈഫ് എഫ് ഗ്രേറ്റർ ദാൻ ജി എൻ്റർ അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻഡന്റേഷൻ കിട്ടും. ഇതാണ് പൈത്തന്റെ ഇൻഡന്റേഷൻ. ഈ ഈഫ് സ്റ്റേറ്റ്മെന്റിന്റെ അടിയിൽ വരുന്ന പരിപാടികൾ നമ്മൾ ഈ ഒരു ഇൻഡന്റേഷന്റെ അകത്താണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇവിടെ ഒരു ടാബ് സ്പേസ് ആണ്, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ക്രിയേറ്റ് ആവും. അല്ലെങ്കിൽ ഒരു ടാബ് സ്പേസ് ഇട്ടാൽ മതി. ഇഫ് എഫ് ഗ്രേറ്റർ ദാൻ ജി നമുക്ക് കൊടുക്കാം പ്രിന്റ് എഫ് ഇൻറ്റു 2. എഫ് ഇൻറ്റു 2. എഫ് ജിനെക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് ഒന്ന് എഫ് ഇൻറ്റു 2 പ്രിന്റ് ചെയ്യാം. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓൾറൈറ്റ്, F5 നിൽക്കുക, സേവ് ചെയ്യുക. B8 നമുക്ക് സേവ് ചെയ്യാം. ഓൾറൈറ്റ്, എൻ്റർ ആൻ ഇൻറ്റിജർ നമുക്ക് ഒരു 234 എൻ്റർ ചെയ്തു. അടുത്ത ഇൻറ്റിജർ, അതായത് നമ്മൾ എഫിലേക്ക് ഇപ്പൊ 234 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. അടുത്തത് നമുക്ക് ഒരു 34, വെറും 34 കൊടുക്കാം. നമുക്ക് ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എൻ്റർ അടിച്ചു. ഇതുണ്ടോ 34 എന്ന് പറഞ്ഞ നമ്മുടെ ജിയുടെ വാല്യൂ ഈ 234 എന്ന് പറഞ്ഞ വാല്യൂവിനേക്കാളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഈ ഈഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഇന്റർനേഷന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എക്സിക്യൂട്ട് ആയി കിട്ടിയിട്ടുണ്ട്. എഫ് ഇൻറ്റു 2 എന്ന് പറഞ്ഞ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇവിടെ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ നടത്താം. നമ്മളിപ്പോ ഈഫ് മാത്രമാണ് ഉപയോഗിച്ചത്. നമുക്ക് ഇനി ഒരു എലിഫ് സ്റ്റേറ്റ്മെന്റ് കൂടി ഉപയോഗിക്കാം.
ഇതിനു വേണ്ടി നമ്മൾ ബാക്ക് സ്പേസ് അടിക്കണം. ഈ ഈഫിന്റെ നേരെ താഴെ നമുക്ക് എലിഫ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എലിഫ് എന്ന് പറഞ്ഞാൽ എൽസ് ഈഫ് എന്ന് പറഞ്ഞതിന്റെ ഒരു ഷോർട്ട് ഫോം തന്നെയാണ് എലിഫ് എന്ന് പറഞ്ഞത്. എലിഫ് ഇവിടെ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. എലിഫ് അൽ നമുക്ക് എഫ് ഈക്വൽ ടു എന്ന് നമുക്ക് ഇടാം. എഫ് ഈക്വൽ ടു ജി അല്ല ഈക്വൽ ടു ജി, അതായത് എഫിന്റെയും ജിയുടെയും വാല്യൂ സെയിം ആണെങ്കിൽ ഇവിടെ നമ്മൾ ഫുൾ കോളൻ ഇടുക, എൻ്റർ അടിക്കുക, ഇൻഡന്റേഷൻ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് പ്രിന്റ് രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് പ്രിന്റ് ചെയ്യാം both the inputs are same എന്ന് പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ എലിഫ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. F5 ഒന്നാമത്തെ ഇന്റിജർ നമുക്ക് കൊടുക്കാം 56, രണ്ടാമത്തെ ഇന്റിജർ നമുക്ക് കൊടുക്കാം 56. ഇത് നമ്മൾ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തു. ഇത് കണ്ടു, നമുക്ക് ഈ ഈഫിന്റെ അവിടെ വന്നപ്പം എഫിനെക്കാളും ഗ്രേറ്റർ അല്ല ജി, കാരണം രണ്ട് സെയിം ആണ്, അതുകൊണ്ട് ഗ്രേറ്റർ വർക്ക് ആവില്ല. അതുകൊണ്ട് നമ്മൾ എഫ് ഇൻറ്റു 2 നമ്മൾ ചെയ്തില്ല. എലിഫിന്റെ അവിടെ വന്നപ്പം ഇവരുടെ കണ്ടീഷൻ ശരിയായി, അതായത് ഡിസിഷൻ എടുത്തു ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന് അവര് ഡിസിഷൻ എടുത്തു. അതുകൊണ്ടാണ് അവരാണെങ്കിൽ ബോത്ത് ദ ഇൻപുട്സ് ആർ സെയിം എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ കൊടുത്ത മെസ്സേജ് അവരവിടെ പ്രിന്റ് ചെയ്തു. അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഇതിനൊരു എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും വർക്ക് ആയില്ല എങ്കിൽ നമുക്കൊരു എൽസ് കൂടെ കൊടുക്കാം. എൽസിന് നമ്മൾ കണ്ടീഷൻ എഴുതില്ല, കാരണം കണ്ടീഷൻ വേണ്ട എൽസിന്. മറ്റേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമ്മൾ ഈ എൽസ് കണ്ടീഷനിൽ വരും എന്ന് മാത്രം. അതുകൊണ്ട് നമുക്ക് എൽസ് കണ്ടീഷൻ ഒരു കണ്ടീഷൻ ഇല്ല, എൽസ് സ്റ്റേറ്റ്മെന്റിന് ഒരു കണ്ടീഷൻ ഇല്ല. ഇവിടെ നമ്മൾ ഒരു സെമി ഫുൾ കോളൻ ഇടുന്നു, എൻ്റർ അടിക്കുന്നു, നമുക്ക് ടാബ് സ്പേസ് കിട്ടും. ഇവിടെ നമുക്ക് പ്രിന്റ്, ഇവിടെ നമ്മുടെ രണ്ട് കണ്ടീഷനും വർക്ക് ആവുകയില്ല എന്ന് പറഞ്ഞാൽ എഫ് ഗ്രേറ്റർ ദാൻ ജി അല്ല. അതായത് ഒന്നെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കിട്ടാം ഇത് ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. അതായത് നമുക്ക് ഒന്നെങ്കിൽ നമ്മുടെ ജി ഗ്രേറ്റർ ദാൻ എഫ് ആയിരിക്കും, അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു ജി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരുന്നതാണ് ഈ എലിഫ് സ്റ്റേറ്റ്മെന്റിലേക്ക്. ഈ എലിഫ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്തായാലും നമുക്ക് പ്രൂവ് ആയി. ഈ എലിഫ് സ്റ്റേറ്റ്മെന്റ് വരണമെങ്കിൽ എഫ് ഗ്രേറ്റർ ദാൻ ജി ആവരുത്, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ എലിഫ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മുടെ പ്രോഗ്രാം എത്തിയത്. ഈ എഫ് ഈക്വൽ ടു ജി എന്ന് നമുക്ക് കിട്ടിയില്ല എങ്കിൽ ഉറപ്പായിട്ടും ജി ഗ്രേറ്റർ ദാൻ എഫ് ആയിരിക്കും. അങ്ങനെ അത് മാത്രമാണ് ഈ എൽ സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ഈ എൽ സ്റ്റേറ്റ്മെന്റിന്റെ അടിയിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എൽസ് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. നമുക്ക് എഫും ജിയും ഉപയോഗിക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് ഇവിടെ ജെ ഈക്വൽ ടു 34 വൈ ഐ ഈക്വൽ ടു 12 എന്ന് ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടി പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ് പ്ലസ് ജി പ്ലസ് ജെ പ്ലസ് ഐ എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. നമുക്ക് ലോഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ വാല്യൂ കൊടുത്തില്ല, അതുകൊണ്ടാണ് നമ്മുടെ എറർ വന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ലോഞ്ച് ചെയ്യാം. ഓക്കെ, എൻ്റർ ഇൻഡിജർ നമുക്ക് 23 എൻ്റർ ചെയ്തു. അടുത്ത് നമുക്ക് ഇപ്പൊ നമ്മൾ ജീനെ എന്തായാലും വലിയ ഒരു സംഖ്യ നമുക്ക് എൻ്റർ ചെയ്തേക്കാം. 423 എന്നിരിക്കട്ടെ. നമ്മൾ എൻ്റർ ചെയ്തു. കണ്ടു, നമുക്കുള്ള ആൻസർ ഇവിടെ വന്നു. 34ഉം 12ഉം പിന്നെ ഒരു 23 423 കൂടെ ചേർത്ത് നമുക്ക് 492 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടി. ഇതാണ് നമ്മുടെ എലിഫ് എൽ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു കമന്റ് ചെയ്ത് കളയാം, അത് ഇല്ലായ്മയാക്കി കളയാം. ഇതുണ്ട് ഈ ഒരു എലിഫിനെ നമുക്കൊന്ന് ഈ പ്രിന്റിനെ നമുക്കൊന്ന് കമന്റ് ചെയ്ത് കളയാം. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈഫും എൽസും മാത്രമുള്ള കണ്ടീഷൻ. ഈ ഒരു എൽസിനെ നമ്മൾ ഇങ്ങനെ ചെയ്താലും ഇത് വർക്ക് ആവില്ല. ഇതിന് തുല്യമാണ് നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന സെയിം ആണ് ഇത് രണ്ടും. ഓക്കെ, ഇതും നമുക്ക് ആൻസർ കിട്ടും. എൻ്റർ നമുക്ക് എന്തേലും അടിച്ചു കൊടുക്കാം. കണ്ടോ, ഇത് ഗ്രേറ്റർ ദാൻ ആണെങ്കിലോ
അല്ലെങ്കിൽ ഈക്വൽ ടു ജി ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിലോ ജി ഈക്വൽ ടു എഫ് ആണെങ്കിലും നമ്മുടെ ഈ എൽസ് കണ്ടീഷൻ നമ്മുടെ ഇവിടെ വർക്ക് ആവും. അതാണ് ഈഫും എൽസും കണ്ടീഷന്റെ കുറിച്ചുള്ള ബേസിക് ആയിട്ട് സംഭവം. ഇനി നമുക്ക് ഉള്ളത് വേണമെങ്കിൽ നമുക്ക് നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു. നെസ്റ്റഡ് ലൂപ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈഫ് ലൂപ്പിന്റെ അകത്ത് നമുക്ക് ഒരു ഈഫ് ലൂപ്പ് കൂടി ഇടാം. ഒരെണ്ണം അല്ല, നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഈഫ് ലൂപ്സ് ഇടാം. ഓക്കെ, ഇഫ് എഫ് ഗ്രേറ്റർ ദാൻ ജി, ഇപ്പം എഫ് ഗ്രേറ്റർ ദാൻ ജി ആണ്. അടുത്ത് തന്നെ നമ്മൾ ഓർമ്മ കൊടുക്കുകയാണ്. ഇഫ് എഫ് ഈക്വൽ ടു ഇഫ് എഫ് ഈക്വൽ ടു 23. ഇവിടെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവിടാം. അത് എങ്ങനെ വേണേലും വിടാം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് വിടാം. നമുക്ക് വേണ്ടി ഒരു പ്രിന്റ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്യാം എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ജി എന്ന് നമുക്ക് വെറുതെ അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഈഫിന്റെ അകത്ത്, അതായത് ഈ ഈഫിന്റെ അകത്തുള്ള നെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈഫാണ് ഈ ഒരു ഈ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നമുക്കൊന്ന് വേണി പ്രിന്റ് ചെയ്യാം. print f equal to 23 എന്ന് പറഞ്ഞ സംഭവം നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് വെച്ചേക്കാം. അതും കൂടെ അറിയട്ടെ ആൾക്കാര്. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മൾ എഫ് എന്തായാലും 23 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഈഫ് വർക്ക് ആവും. അത് എഫ് ജി നമ്മുടെ 23-നേക്കാളും ചെറുതാണെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ വരുവാനും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. അന്നേരം നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഓക്കെ, എൻ്റർ ആൻ ഇൻറ്റിജർ. നമുക്ക് എഫ് എന്തായാലും 23 ഇടാം. എൻ്റർ. രണ്ടാമത്തെ ഇൻറ്റിജർ നമുക്ക് ഒരു ചെറിയ ഇൻറ്റിജർ 1 ഇടാം. എൻ്റർ കൊള്ളു. എഫ് ഇസ് ഗ്രേറ്റർ ദാൻ ജി, എഫ് ഈക്വൽ ടു 3. അതായത് നമുക്ക് ഈ ഒരു സ്ട്രിങ്ങും നമുക്ക് ഔട്ട്പുട്ട് കിട്ടി, ഈ ഒരു പ്രിന്റിനെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി നമ്മൾ ഇത് ഒന്നും കൂടി ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. F5 നമുക്ക് ഇത്തവണ നമുക്ക് 23 അല്ല, ഇത്തവണ നമുക്കൊരു 34 ഇടുക. അടുത്ത ഇൻറ്റിജർ നമുക്കൊരു ചെറിയ ഇൻറ്റിജർ ഇടാം. ഈ ഒരു സംഭവം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കണ്ടു, ഈ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വർക്ക് ആയിട്ടില്ല. അതിന് മുകളിലുള്ള ഈ സ്റ്റേറ്റ്മെന്റ് വർക്കായി. ഈ ഒരു കണ്ടീഷൻ നമ്മൾ തെറ്റിപ്പോയി, ഈ ഡിസിഷൻ അവരെടുത്തില്ല. ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. F5 ഈ ഒരു എക്സിക്യൂഷന്റെ സമയത്ത് നമുക്ക് കൊടുക്കാം ഒരു 23 തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മൾ ഇൻറ്റിജർ 2 വലിയൊരു ഇൻറ്റിജർ ഇട്ടേക്കാം. ഓൾറൈറ്റ്, ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. ഇത്തവണ നമുക്ക് ഈ ഒരു 2 കണ്ടീഷനും നമ്മുടെ വർക്ക് ആയില്ല. അതിന് പകരം നമ്മുടെ ഈ എൽ സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മുടെ പ്രോഗ്രാം ചെന്നെത്തിയത്, നമ്മുടെ പ്രോഗ്രാമിന്റെ സീക്വൻസുകൾ എത്തിയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടിയത്. ഓക്കെ, നിങ്ങൾക്ക് ഈഫ് എൽസ് എലീഫ് സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പൈത്തൺ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.